Next program is to print Fibonacci series for n terms. അപ്പോൾ നമുക്ക് Fibonacci series എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നതിൻ്റെ ഫസ്റ്റ് പോർഷൻ ആണ്. ഫസ്റ്റ് ഡിജിറ്റ് വിൽ ബി 0, സെക്കൻഡ് ഡിജിറ്റ് എന്താണ് 1, തേർഡ് ഡിജിറ്റ് എന്തായിരിക്കും 0 + 1 ആണ് നമ്മൾ തേർഡ് ഡിജിറ്റ്. അപ്പോൾ 0 + 1 = 1. ഇനി 1 + 1 ആണ് അടുത്ത ഡിജിറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? അപ്പം 2 + 1 is 3. നെക്സ്റ്റ് കഴിഞ്ഞ് എന്തായിരിക്കും 2 + 1 is 3. Then 2 + 3 is 5. 5 + 3 is 8. 8 + 5 is 13. 8 + 13 = 21. 21 + 13 = 34. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ആഡപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ സീരീസിലെ നെക്സ്റ്റ് നമ്പർ വരിക. അപ്പോൾ ഈ ഒരു സീരീസ് എങ്ങനെ ജനറേറ്റ് ചെയ്യും? അപ്പോൾ ഈ സീരീസിൻ്റെ പേരാണ് ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. എങ്ങനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാം യൂസിങ് വൈൽ ലൂപ്പ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ കൗണ്ടറാണ് എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. കൗണ്ടർ എന്ന് വെച്ചാൽ എത്ര വാല്യൂസ്, ഇവിടെ നമുക്ക് ഇപ്പോൾ 10 വാല്യൂസാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ കൗണ്ടിൻ്റെ വാല്യൂ, എത്ര എലമെൻറ്റ്സ് അല്ല എത്ര ടേംസ് നമുക്ക് സീരീസിൽ ഡിസ്പ്ലേ ചെയ്ത് തരണം, ആ കൗണ്ട് നമ്മൾ റീഡ് ചെയ്യുന്നു യൂസിങ് ദ ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ്, അതിനുള്ളിൽ എൻ്റർ കൗണ്ട് എന്ന് പറഞ്ഞാൽ കൗണ്ടിൻ്റെ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. നമുക്കറിയാം ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്യുന്നത് സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. അതിനെ നമ്മൾ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജറാക്കി മാറ്റുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ആണ്, ക്ലോസ്ഡ് ആണ്, അതിനുള്ളിലാണ് നമ്മളുടെ ഇൻപുട്ട് ഫംഗ്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ കൺവേർട്ട് ചെയ്ത് കിട്ടിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. നമ്മൾ സീരീസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 0യും 1ഉം നമുക്ക് ഫസ്റ്റ് നമുക്ക് പ്രീഡിഫൈൻ ചെയ്ത് വെക്കാം. തേർഡ് ടൈം മുതൽ നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുള്ളൂ. അപ്പോൾ അത് രണ്ടുമാണ് എഴുതിയിരിക്കുന്നത്. A = 0 ആൻഡ് B = 1, ഫസ്റ്റ് ടൈം ആൻഡ് സെക്കൻഡ് ടൈം. ഇനി നെക്സ്റ്റ് നമുക്ക് തേർഡ് ടൈം മുതലുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. എങ്ങനെ? പ്രീവിയസ് രണ്ട് ടേംസ് ആഡപ്പ് ചെയ്ത് ഇനി നമുക്ക് എത്ര ടേംസ് കണ്ടുപിടിക്കണം? നമ്മൾ ടോട്ടൽ കൗണ്ട് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓരോരോ കൗണ്ട് എൻഡ് ആവുന്നത് വരെ, അല്ല എത്ര നമ്പേഴ്സ് ആണ്, 10 എന്നാണ് പറഞ്ഞെങ്കിൽ 10 നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യുന്നത് വരെ ലൂപ്പ് വർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. സോ കൗണ്ട് = 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ വരെ പോകണം? <n. നമുക്ക് റീഡ് ചെയ്തപ്പോൾ 10 എന്നാണെങ്കിൽ 10 നമ്പേഴ്സ് ആവുന്നത് വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ വൈൽ കൗണ്ട് <n. കൗണ്ടിൻ്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം. ഇനിഷ്യലി അത് 0 ആണ്. 0 നമ്മളിപ്പോൾ കൊടുത്തത് 4 ആണെങ്കിൽ 4. ഇറ്റ് പ്രിൻറ്റ്സ് ദ വാല്യൂ ഓഫ് A. ദാറ്റ് ഈസ് പ്രിൻറ്റ് ദ കറണ്ട് ടേം. A എന്ന് പറയുമ്പോൾ എന്തായി? ഫസ്റ്റ് ടേം 0 പ്രിൻറ്റ് ചെയ്തു. അതാണ് ഈ ആദ്യം കാണുന്ന 0. നമുക്ക് നെക്സ്റ്റ് ടേം ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ടേം എന്താണോ അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ. temp = A + B. എയിലും ബിയിലും എന്താ ഉള്ളത്? 0യും 1ഉം ആണ്. സോ 0 + 1 ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 1 തന്നെ കിട്ടി. സോ temp = നമുക്ക് 0 + 1 കിട്ടി. ദാറ്റ് ഈസ് = 1. ഇനി നെക്സ്റ്റ് A = B എന്ന് പറയുന്ന മീനിങ് എന്താ? ബിയിലുള്ള വാല്യൂ എന്താണോ അത് നമ്മൾ എങ്ങോട്ടേക്ക് ഇടണം? എയിലേക്ക് ഇടണം. അപ്പോൾ ബിയിലെ വാല്യൂ ഇപ്പോൾ എന്താണ്? ബിയിൽ ഓൾറെഡി ഉള്ളത് 1 ആയിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ എയിലേക്ക് അസൈൻ ചെയ്യുന്നു. സോ A = 1 ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് B = temp. അപ്പോൾ ബിയിലേക്ക് എന്ത് വാല്യൂ വരും? ടെമ്പിൽ എന്ത് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് A + B ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് = 1. സോ ബിയിലേക്ക് ആ വാല്യൂ, ടെമ്പിലുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് സീരീസിലെ വാല്യൂ ഇവിടെ കിട്ടണം, ഈ എയിൽ കിട്ടണം. A ആണ് കണ്ടിന്യൂസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നെക്സ്റ്റ് വാല്യൂ 1 എന്ന് പറഞ്ഞത് നമ്മൾ എയിലേക്ക് ആക്കിയത്. മനസ്സിലായല്ലോ? A = B. ബിയിലുള്ള വാല്യൂ നമ്മൾ എയിലേക്ക് ഇട്ടു. അപ്പോൾ ഇനി നെക്സ്റ്റ് വാല്യൂ എന്താണോ അത് വരേണ്ടത് അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിച്ച് A + B കാൽക്കുലേറ്റ് ചെയ്തത്. ആദ്യത്തെ എയും രണ്ടാമത്തെ ബിയും ആണെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടിയാലാണ് നമുക്ക് നെക്സ്റ്റ് ടെമ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തത്. എന്നിട്ട് കൗണ്ട് = കൗണ്ട് + 1. കൗണ്ട് ഇപ്പോൾ എന്തായിരുന്നു? 0 ആയിരുന്നു. അപ്പോൾ കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്തായിട്ട് മാറി? 0 + 1 ദാറ്റ് ഈസ് = 1. അപ്പോൾ സീരീസിലെ ഒരു ടേം ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ലൂപ്പിലെത്തി. വൈൽ കൗണ്ട് ഇപ്പം 1 ആയി. 1 << 4. ഇറ്റ് പ്രിൻറ്റ്സ് ദ വാല്യൂ ഓഫ് A. പേയിൽ എന്തുണ്ട്? 1 ആണുള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ 1 പ്രിൻറ്റ് ചെയ്ത് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും എന്ത് ജനറേറ്റ് ചെയ്യണം? ഇനി ഈ 1 ജനറേറ്റ് ചെയ്യണം. ഈ 1 എങ്ങനെ കിട്ടുക? ഈ 0 + 1 ചെയ്യുമ്പോൾ നമുക്ക് ആ 1 കിട്ടുക. സോ temp = A + B. എയിൽ ഇപ്പം എന്തുണ്ട്? എയിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തത് എന്ത് വാല്യൂ ആയിരുന്നു? എയിൽ നമ്മളിപ്പോൾ പ്രിൻറ്റ് ചെയ്തത് 1 പറഞ്ഞ വാല്യൂ ആയിരുന്നു. ബിയിൽ എന്താണ് കിടക്കുന്നത്? ബിയിലും 1 ആണ് കിടക്കുന്നത്. സോ temp = A + B എന്ന് പറയുമ്പോൾ എന്ത് കിടക്കണം? 1 + 1 ദാറ്റ് ഈസ് = നമ്മുടെ 2 ജനറേറ്റ് ചെയ്യും. ഇനി A = B. ബിയിൽ കിടന്ന 1 ആണ്. അത് നമ്മൾ അങ്ങോട്ടേക്ക് ഇടണം? എയിലേക്ക് ഇടണം.
So that is a equal to 1 ആക്കി. നെക്സ്റ്റ് ബി ഈക്വൽ ടു ടെം. ബിയിലേക്ക് എന്ത് വാല്യൂ വരണം? ടെമ്പിലെ വാല്യൂ വരണം. ടെമ്പിൽ എന്താ നടക്കുന്നത്? 2 ആണ് നടക്കുന്നത്. സോ ബി ഈക്വൽ ടു 2 ആക്കി. നെക്സ്റ്റ് അഗെയിൻ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. കൗണ്ടിൻ്റെ വാല്യൂ 1 ആയിരുന്നു. 1 എന്ത് ചെയ്യണം? ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആക്കി മാറ്റുക. അപ്പോൾ രണ്ടാമത്തെ നമ്പറും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വരെ എത്തിയിട്ട് നമ്മൾ ഓൾറെഡി നെക്സ്റ്റ് ഇനി പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്തായിരിക്കും? ഈ മൂന്നാമത്തെ 1 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ ലൂപ്പിലെത്തി. വൈൽ 2 ലെസ് ദാൻ 4 ആണോ നോക്കി. കണ്ടീഷൻ ട്രൂ ആണ്. സോ ഇറ്റ് പ്രിൻറ്റ്സ് ദ കറണ്ട് ടേം. എയിൽ ഇപ്പോൾ എന്താ ഉണ്ടായിരുന്നത്? എയിലുണ്ടായിരുന്ന വാല്യൂ 1 ആണ്. എ ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ 1 കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ടേം കാൽക്കുലേറ്റ് ചെയ്യണം. ടെം ഈക്വൽ ടു എ പ്ലസ് ബി. എയിൽ 1 ഉണ്ട്, ബിയിൽ 2 ഉണ്ട്. അപ്പോൾ എയിൽ 1, ബിയിൽ 2. സോ 1 + 2 = എന്ത് കിട്ടി? 3 കിട്ടി. അതിൻ്റെ അടുത്ത ടേം നമ്മൾ ജനറേറ്റ് ചെയ്തു. ദെൻ എ ഈക്വൽ ടു ബി. ബിയിൽ 2 ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണ്ടേ. അതുകൊണ്ട് എയിലേക്ക് ആ വാല്യൂ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ബി ഈക്വൽ ടു ടെംപ്. ടെമ്പിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത 3 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ബിയിലേക്ക് അസൈൻ ചെയ്തു. നെക്സ്റ്റ് കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ഇപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 2 ആയിരുന്നു. ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? 2 + 1 = 3 ആയിട്ട് മാറും. വീണ്ടും നമ്മൾ ലൂപ്പിലെത്തി. വൈൽ 3 ലെസ് ദാൻ 4 കണ്ടീഷൻ ഈസ് ട്രൂ. സോ ഇറ്റ് പ്രിൻറ്റ്സ് ദ വാല്യൂ ഓഫ് എ. എയിൽ എന്താണുള്ളത്? എയിലെ വാല്യൂ ഇപ്പോൾ 2 ആണ്. അപ്പോൾ 2 ആണ് അവിടെ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരെ എത്തി. നെക്സ്റ്റ് ടെം ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ ബിയിൽ 3 ഉണ്ട്, എയിൽ 2 ഉണ്ട്. സോ 2 + 3 = എന്ത് കിട്ടും? നമുക്ക് 5 കിട്ടും. ആ ടൈം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. കൗണ്ട് 4 ആയതുകൊണ്ട് 4 നമ്പേഴ്സ് വരെ മതി. എ ഈക്വൽ ടു ബി. ബിയിലെ വാല്യൂ എന്തായിരുന്നു? 3 ആയിരുന്നു. അത് നമ്മൾ എയിലേക്ക് ഇട്ടു. ബി ഈക്വൽ ടു ടെം. ബിയിലേക്ക് 5 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. നെക്സ്റ്റ് കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. കൗണ്ടിൽ 3 ആയിരുന്നു. അത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതായിട്ട് മാറും. 3 + 1 = 4 ആയിട്ട് മാറും. ഇനി നമ്മൾ ലൂപ്പ് ചെല്ലുമ്പോൾ എന്തായി? 4 ലെസ് ദാൻ 4 കണ്ടീഷൻ ഈസ് ഫോൾസ്. അപ്പോൾ എന്തായി? ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ 4 കൊടുത്തപ്പോൾ നമുക്ക് എവിടെ വരെ കിട്ടി? ഇവിടെ വരെയുള്ള വാല്യൂസ് നമുക്ക് കിട്ടി. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. കറക്റ്റ്ലി 4 വെച്ചിട്ട് അപ്പോൾ 4 വാല്യൂസാണ് നമുക്ക് 4 കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുക. ലാസ്റ്റ് കേസിൽ നമ്മൾ 3 കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കത് ലൂപ്പ് വരുമ്പോഴത്തേക്കും കണ്ടീഷൻ ഫോൾസ് ആവുന്നത് നമുക്കത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 3 പ്രിൻ്റ് ആവുന്നില്ല. 3 പ്രിൻ്റ് ആവണമെങ്കിൽ കൗണ്ടർ ഒന്നുകൂടി കൂടുതലായിരിക്കണം. അപ്പോൾ 4 കൗണ്ടർ ആയിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ലിമിറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആദ്യത്തെ 4 വാല്യൂസ് മാത്രമായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം.